ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയുടെ ബാക്കിയാണ് ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ സ്ഥലത്തേക്ക് പള്ളിയിലേക്ക് പോകുന്ന വീഡിയോ ആണ്. ഞാൻ ഇന്നലെ ഒരു പള്ളിയിൽ പോകുന്ന കാര്യമൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്ഥലത്ത് പോകുന്നതൊക്കെ. അങ്ങോട്ടേക്ക് പോകുന്ന വഴികളാണ് ഇതൊക്കെ. നോക്കിയേ, കംപ്ലീറ്റ്ലി ഹിൽ സ്റ്റേഷൻസ് ആണ്. നല്ല രസമാണ് കേട്ടോ ഇതിലെ വഴി പോകാനായിട്ട്. എൻ്റെ ഫോണിന് ക്ലാരിറ്റി കുറവായതുകൊണ്ട് ഇത്രയൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഈ സ്ഥലങ്ങൾ കാണാനായിട്ട്. നമ്മൾ പോകുന്നത് തൊടുപുഴയിലുള്ള ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരി എന്ന് പറഞ്ഞ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളിയിലേക്കാണ്. എനിവേ നമ്മളവിടെ എത്താറായി. എൻ്റെ ബസ്സിലിറങ്ങിയിട്ട് ഞാൻ കുറേ ദൂരം നടന്നു കേട്ടോ. എനിക്ക് ഗൂഗിൾ മാപ്പ് ഒരു പണി തന്നു, ലാസ്റ്റ് വഴി തെറ്റിപ്പോയി. പിന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞെത്തി. നല്ല പൊരി വെയിലായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ ലക്ഷ്യം നമ്മൾ വിട്ടില്ല. നമ്മൾ ലാസ്റ്റ് അവിടെ എത്തിപ്പെട്ടു. പിന്നെ ഇതാണ് ആ പള്ളി എന്ന് പറയാൻ ഇപ്പം ആയിട്ടില്ല. പള്ളി പണിയുന്നതേ ഉള്ളൂ. ഒരു വീടായിരുന്നു. ഈ വീട്ടിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ ചരിത്രവും കഥയൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്, സെർച്ച് ചെയ്താൽ കിട്ടും. ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് മാതാവ് തന്നെ പറഞ്ഞ പ്രകാരം അവർ പണിത ഗ്രോട്ടോയാണ്. ഈ മാതാവിൻ്റെ രൂപവും ഈശോയുടെ രൂപവും പിന്നെ ഈ അൾത്താരയിൽ ഈ ബലിപീഠത്തിലാണ് കുർബാനയൊക്കെ നടത്തുന്നത്. കംപ്ലീറ്റ് സൈലൻ്റ് ആണ്. നല്ല പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരുന്നു അതിനകത്ത്. അതുപോലെ തന്നെ ഈ മാതാവിൻ്റെ കാൽച്ചുവട്ടിൽ ഒരു കുളമുണ്ട്. അവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ആ വെള്ളമാണ് നമുക്ക് തീർത്ഥ ജലമായിട്ട് ഇവർ തരുന്നത്. അത് കുടിച്ചിട്ട് ഒരുപാട് പേരുടെ രോഗം മാറിയതായിട്ടും അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങളിവിടെ വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് ഈ ജലം കുടിച്ചിട്ട് ഒരുപാട് പ്രത്യേകതകളൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. ഇത് നമുക്ക് അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചുകൊണ്ട് പോകാം. അതിനുള്ള സ്ഥലമാണിത്. അവരത് പൈപ്പിൽ കൂടെ പാസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള വേറൊരു നേർച്ചയാണ് തിരി കത്തിക്കുന്നത്. ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട അവർക്ക് പറഞ്ഞു കൊടുത്ത പ്രകാരം അവർ എഴുതി ഉണ്ടാക്കിയൊരു ചാർട്ടാണ്. ഇവിടെ നോർമലി സാധാരണ ഒരു പള്ളി കത്തിക്കുന്ന പോലെ അല്ല തിരി കത്തിക്കുന്നത്. നമ്മൾ എന്താ പറയുക, നമ്മുടെ തലമുറകളിലുള്ള ആൾക്കാരുടെ പേര് ഓർത്ത് അവർക്ക് വേണ്ടിയിട്ടും അവരെ വിചാരിച്ചാണ് നമ്മൾ ഈ തിരികൾ കത്തിക്കേണ്ടത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ. അതിൻ്റെ കംപ്ലീറ്റ്ലി വീഡിയോ യൂട്യൂബിലുണ്ട്. ഞാനത് പറയാൻ നിന്ന സമയം പോകും. ഈ മാതാവിൻ്റെയും ഈശോയുടെയും ഫോട്ടോയുടെ മുമ്പിലാണ് തിരി കത്തിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഞാനും കുറച്ച് മേടിച്ച് കത്തിച്ചു. പക്ഷെ ഇത് കത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്ന് വേണം കത്തിക്കാനായിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല വിശുദ്ധിയോട് കൂടെ വേണം ഇവിടുത്തെ നേർച്ചകളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട്. കാരണം അത്രയ്ക്ക് മഹാത്മ്യമുള്ള ഒരു സ്ഥലമാണിത്. കണ്ടില്ലേ, ഇത് പുറത്തെ വ്യൂ ആണ് കേട്ടോ. കംപ്ലീറ്റ്ലി ഹിൽ സ്റ്റേഷൻസ് ആണ്. നല്ല രസമുണ്ട്. എനിവേ, താങ്ക് യു.